അദാനി ഗ്രൂപ്പിനെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സ്വതന്ത്ര സമിതി അന്വേഷണമില്ല. കോടതി മേൽനോട്ടത്തിൽ സ്വതന്ത്ര സമിതി അന്വേഷിക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. സെബിയുടെ അന്വേഷണം തൃപ്തികരമല്ല എന്നതായിരുന്നു ഹർജിയിലെ വാദം. ഗൗതം അനന്തനാരായൺ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, എന്തായാലും അദാനി ഗ്രൂപ്പിന് ആശ്വാസം. ഇതിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. അദാനിയുടെ നേതൃത്വത്തിലുള്ള അദാനി ഗ്രൂപ്പിന് വലിയ ആശ്വാസം നൽകുന്നതാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു തീരുമാനം. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SITയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം അദാനി ഗ്രൂപ്പിനെതിരെ വേണമെന്നതായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. ഈ ഹർജി സുപ്രീം കോടതി തള്ളി എന്ന് മാത്രമല്ല, ഹർജിക്കാരെ രൂക്ഷമായ ഭാഷയിൽ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് വിമർശിച്ചു എന്നതാണ് വളരെ ശ്രദ്ധേയം. ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിന് ഒരു ആധികാരികതയുമില്ല എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഇത്തരം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പൊതു താൽപര്യ ഹർജിയുമായി കോടതിയിലേക്ക് വരരുത് എന്ന വിമർശനം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി സെബിയുടെ അന്വേഷണം തുടരട്ടെ എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. സെബി അന്വേഷണം പക്ഷേ വളരെ വേഗത്തിൽ പൂർത്തിയാക്കണം എന്ന ഒരു നിലപാട് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്ന് സെബിക്ക് നിർദ്ദേശം കൊടുത്തു. ഒപ്പം ഇത്തരത്തിൽ ഈ നിയമലംഘനം ഉണ്ടായോ, അതായത് ഈ റിപ്പോർട്ട് വിപണിയെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ അദാനി ഗ്രൂപ്പിന് നഷ്ടമുണ്ടായെന്നും അദാനി ഗ്രൂപ്പിന് അതുമായി ബന്ധപ്പെട്ടവരുടെ ഓഹരികൾ ഇടിയുന്നതിന് കാരണമായി തുടങ്ങിയ അധിക്ഷേപങ്ങൾ, പരാതികൾ ഉയർന്നു വന്നിരുന്നു. ഇത് സംബന്ധിച്ച് പരിശോധിക്കാമെന്നും ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. അനു. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.